എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 21 അവസാനിച്ച ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടി 2026 കുറിച്ചും ഉച്ചകോടിയുടെ പ്രധാന സവിശേഷതകളും ഇന്ത്യയുടെ നേട്ടങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഫെബ്രുവരി 16 ആരംഭിച്ച ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടിയെ ലോകത്തിലെ ഏറ്റവും വലുതും ചരിത്രപരവുമായ ഉച്ചകോടി എന്നാണ് സംഘാടകർ വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉച്ചകോടി ഗണ്യമായ നയതന്ത്ര നേട്ടം കൈവരിക്കുകയും കൂടാതെ ആഗോള ഗവേണൻസ് ചർച്ചകളിൽ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി സ്ഥാപിക്കുകയും ചെയ്തു. മുൻകാല ഉച്ചകോടികളെക്കാൾ രാഷ്ട്രങ്ങളുടെ വിശാലമായ പങ്കാളിത്തം ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടിയെ വേറിട്ടതാക്കുന്നു. 2023 UK, 2024 സോൾ, 2025 പാരീസ് എന്നിവിടങ്ങളിൽ നടന്ന മുൻ ഉച്ചകോടികൾക്ക് ശേഷം ആദ്യമായി ഗ്ലോബൽ സൗത്തിൽ നടക്കുന്ന ഉച്ചകോടിയാണ് 2026 ഇന്ത്യയിൽ നടന്നത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ വികസ്വര, താഴ്ന്ന, ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഗ്ലോബൽ സൗത്ത്. മൂന്നാം ലോകം അഥവാ തേർഡ് വേൾഡ് എന്ന പഴയ വാക്കുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വികസ്വര രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഗ്ലോബൽ സൗത്ത്. ഇന്ത്യ ഈ കൂട്ടായ്മയിലെ ഒരു പ്രധാന രാജ്യമാണ്. സർവജന ഹിതായ, സർവജന സുഖായ, എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും സന്തോഷം എന്നതായിരുന്നു 2026 ഉച്ചകോടിയുടെ പ്രമേയം. 2026 ഇമ്പാക്ട് ഉച്ചകോടിയുടെ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് 3 സൂത്രാസ് എന്നറിയപ്പെടുന്ന പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്നത്. ആളുകളെ ശാക്തീകരിക്കുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുക. ലോകമെമ്പാടും യുടെ സേവനദാതാവായി ഇന്ത്യയെ ഉയർത്തിക്കാട്ടുക. കമ്പ്യൂട്ട്, ഡാറ്റ സെറ്റുകൾ, അൽഗോരിതങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കുക എന്നിങ്ങനെ ഇവയെ വിപുലീകരിക്കാം. ചാക്രാസ് എന്ന് വിളിക്കപ്പെടുന്ന 7 വർക്കിംഗ് ഗ്രൂപ്പുകളും ഇമ്പാക്ട് ഉച്ചകോടിയിൽ ഉൾപ്പെടുന്നു. റെസിലിയൻസ്, ഇന്നൊവേഷൻ ആൻഡ് എഫിഷ്യൻസി, ഹ്യൂമൻ ക്യാപിറ്റൽ അഥവാ മനുഷ്യ മൂലധനം, സേഫ് ആൻഡ് ട്രസ്റ്റഡ് അഥവാ സുരക്ഷിതവും വിശ്വസനീയവുമായ സയൻസ്, ഡെമോക്രറ്റൈസിംഗ് റിസോഴ്സസ് അഥവാ വിഭവങ്ങളെ ജനാധിപത്യവൽക്കരിക്കൽ, ഇൻക്ലൂഷൻ ഓഫ് സോഷ്യൽ എംപവർമെൻറ്റ്, സാമൂഹിക ശാക്തീകരണത്തിനായുള്ള ഉൾപ്പെടുത്തൽ, ഫോർ സോഷ്യൽ ഗുഡ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമൂഹിക നന്മയ്ക്കും സാമ്പത്തിക വികസനത്തിനും വേണ്ടിയുള്ള തുടങ്ങിയവയാണ് 7 വർക്കിംഗ് ഗ്രൂപ്പുകൾ. 2026 ഉച്ചകോടിയുടെ പ്രധാന നേട്ടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് ന്യൂഡൽഹി ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രഖ്യാപനമാണ്. 2026 ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട നേട്ടമാണ് കുറിച്ചുള്ള ന്യൂഡൽഹി പ്രഖ്യാപനം. ഇതുവരെ 88 രാജ്യങ്ങളും അമേരിക്ക, ചൈന, ഫ്രാൻസ്, ഓസ്ട്രേലിയ, UK എന്നിവ ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളും ഈ പ്രഖ്യാപന രേഖയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഉച്ചകോടിയിൽ ജനാധിപത്യവൽക്കരിക്കുക അഥവാ ഡെമോക്രറ്റൈസിംഗ് ഇന്ത്യയുടെ പ്രധാന വാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജനാധിപത്യവൽക്കരിക്കണമെന്നും അത് അർത്ഥവത്തായ ആഗോള സ്വാധീനം ചെലുത്തുമെന്നും ഉറപ്പാക്കാൻ വ്യാപകമായി പൊതുജനങ്ങളിൽ എത്തിക്കണമെന്നും ഈ പ്രഖ്യാപനം പറയുന്നു. നിരവധി സ്വമേധയാ ഉള്ള ചട്ടക്കൂടുകളും പ്ലാറ്റ്ഫോമുകളും ഈ പ്രഖ്യാപനത്തിലുണ്ട്. ഇത് റിസോഴ്സ്, എക്സ്പെർട്ടീസ് കൂടാതെ യൂസ് കേസുകൾ എന്നിവയുടെ പങ്കിടലിന് കാരണമാവും. ഈ പ്രഖ്യാപനത്തിലുള്ള 4 സന്നദ്ധ ചട്ടക്കൂടുകളാണ് ചാർട്ടർ ഫോർ ഡെമോക്രാറ്റിക് ഡിഫ്യൂഷൻ ഓഫ് ഗ്ലോബൽ ഇമ്പാക്ട് കോമൺസ്, ട്രസ്റ്റഡ് കോമൺസ്, ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് ഫോർ സയൻസ് എന്നിവ. അടുത്തത് മാനവ് വിഷനാണ്. 2026 ഇമ്പാക്ട് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ വിഷനായ മാനവ് അനാച്ഛാദനം ചെയ്തത്. മോറൽ ആൻഡ് എത്തിക്കൽ സിസ്റ്റംസ്, ഉത്തരവാദിത്തമുള്ള ഭരണം, ദേശീയ പരമാധികാരം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മാനവ് എന്നാൽ ഫോർ മോറൽ ആൻഡ് എത്തിക്കൽ സിസ്റ്റംസ് അഥവാ ധാർമ്മികമായ സംവിധാനങ്ങൾ, ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് അഥവാ സുതാര്യമായ നിയമങ്ങൾ, ശക്തമായ മേൽനോട്ടം, ഫോർ നാഷണൽ സോവറിനിറ്റി അഥവാ ദേശീയ പരമാധികാരം എന്നാൽ ആരുടെ ഡാറ്റ അവൻ്റെ അവകാശം എന്നാണ്. ഫോർ ആക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഉപയോഗം ഒരു കുത്തകയല്ല, മറിച്ച് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ്. ഫോർ വാലിഡ് ആൻഡ് ലെജിറ്റിമേറ്റ്, നിയമാനുസൃതമാക്കുക എന്നതാണ്. ഇവയാണ് ഇന്ത്യയുടെ വിഷൻ മാനവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സർവം ഇന്ത്യക്കായി പ്രത്യേകമായി സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്ന വിഷനോടെ നിർമ്മിച്ച ആണ് സർവം പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതും വിന്യസിച്ചതും നിയന്ത്രിക്കുന്നതുമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഫുൾ സ്റ്റാക്ക് പ്ലാറ്റ്ഫോമാണ് സർവം
സർവമയുടെ വിവിധ മോഡലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് സർവം കാസെ ആണ്. സർവം കാസെ എന്നത് ഒരു AI വെയറബിളാണ്. അത് ഉപയോക്താവ് തത്സമയം കാണുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും പകർത്തുകയും ചെയ്യുന്നു. AI ഇമ്പാക്റ്റ് സമ്മിറ്റ് 2026 വാക്ക് ത്രൂവിനിടെ പ്രധാനമന്ത്രി മോദി കാസെ കന്നഡ ഉപയോഗിച്ചിരുന്നു. അടുത്തത് സർവം 1 ആണ്. ആദ്യത്തെ ഇന്ത്യൻ ഭാഷ LLM ആണ്. ഇന്ത്യൻ ഭാഷകൾക്കായി നിർമ്മിച്ച 2 ബില്യൺ പാരാമീറ്റർ ലാംഗ്വേജ് മോഡലായ സർവം 1. അടുത്തത് സർവം M. ഹൈബ്രിഡ് ഇൻഡിക് റീസണിംഗ് മോഡലാണ് സർവം M. ഇന്ത്യൻ ഭാഷകൾക്കായി യുക്തി, ഗണിതം, പ്രോഗ്രാമിംഗ്, സംഭാഷണ ജോലികൾ എന്നിവ മെച്ചപ്പെടുത്തുന്ന 24B ഹൈബ്രിഡ് മോഡലാണിത്. അടുത്തത് ഇൻഡസ് ആണ്. സർവം AI പുറത്തിറക്കിയ AI ചാറ്റ് ആപ്പിൻ്റെ പേരാണ് ഇൻഡസ്. അടുത്തത് സർവം വിഷൻ. ഇതൊരു OCR ആൻഡ് ഡോക്യുമെൻ്റ് ഇൻ്റലിജൻസ് മോഡലാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ദൃശ്യധാരണയിലും OCR അഥവാ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷനിലും സർവം വിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തത് ദർശനമാണ്. ഡോക്യുമെൻ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ദർശനം യൂസ് ചെയ്യുന്നത്. 22ലധികം ഇന്ത്യൻ ഭാഷകൾ, മിക്സ്ഡ് ലിപികൾ, കയ്യെഴുത്ത് വാചകം എന്നിവയ്ക്കായി തയ്യാറാക്കിയതാണ് ദർശനം. സർവം ഓഡിയോ ആൻഡ് സ്പീച്ച്. സർവത്തിൻ്റെ മോഡൽ സ്യൂട്ടിൽ സ്പീച്ച് ടു ടെക്സ്റ്റ്, ടെക്സ്റ്റ് ടു സ്പീച്ച്, സംഭാഷണ ഓഡിയോ കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നു. ബുൾബുൾ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് മോഡലാണ്. 39 വ്യത്യസ്ത സ്പീക്കർ ശബ്ദങ്ങളോടെ 11 ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ് ബുൾബുൾ. സാരസ് ഒരു സ്പീച്ച് ടു ടെക്സ്റ്റ് അഥവാ STT മോഡലാണ്. ഷെഡ്യൂൾ ചെയ്ത 22 ഭാഷകളെയും 8 kHz ടെലിഫോണിക് ഓഡിയോയെയും കോഡ് മിക്സഡ് സ്പീച്ചിനെയും ഇത് പിന്തുണയ്ക്കുന്നു. അടുത്തത് ഇന്ത്യ അമേരിക്ക കണക്ട് ഇനിഷ്യേറ്റീവാണ്. 2026 AI ഉച്ചകോടിയിൽ ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ ഇന്ത്യ അമേരിക്ക കണക്ട് ഇനിഷ്യേറ്റീവ് എന്ന പുതിയ ഒരു സംരംഭം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ US ദക്ഷിണാർദ്ധഗോളത്തിലുടനീളമുള്ള ഒന്നിലധികം സ്ഥലങ്ങൾ എന്നിവയ്ക്കിടയിൽ AI കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പുതിയ സബ് സ്കെയിൽ കേബിൾ റൂട്ടുകൾ നൽകുക എന്നിവയാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. ഈ പദ്ധതി വിശാഖപട്ടണത്ത് ഒരു പുതിയ ഇൻ്റർനാഷണൽ സബ്സീ ഗേറ്റ്വേ സ്ഥാപിക്കും. കൂടാതെ ഇന്ത്യയെ സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന 3 പുതിയ സബ്സീ പാതകളും തുറക്കും. ഇന്ത്യക്ക് ദക്ഷിണാർദ്ധഗോളത്തിനുമിടയിലുള്ള ഒന്നിലധികം സ്ഥലങ്ങൾക്കുമിടയിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് 4 തന്ത്രപ്രധാനമായ ഫൈബർ ഓപ്റ്റിക് റൂട്ടുകൾ എന്നിവയും പുതിയതായി സ്ഥാപിക്കും. പസഫിക്, ആഫ്രിക്ക എന്നിവിടങ്ങളിലായി ഗൂഗിളിൻ്റെ നിലവിലുള്ള സമുദ്ര ഗതാഗത കേബിൾ പദ്ധതികളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. അടുത്തത് പ്രധാനമന്ത്രിയുടെ AIയെക്കുറിച്ചുള്ള 3 നിർദ്ദേശങ്ങളാണ്. AIയുടെ ധാർമ്മികവും ഉത്തരവാദിത്വപരമായ ഉപയോഗത്തിനായി പ്രധാനമന്ത്രി ശ്രീ മോദി 3 പ്രധാന നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമതായി, ഡാറ്റ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന ഒരു ആഗോള വിശ്വസനീയമായ ഡാറ്റ ചട്ടക്കൂട് അഥവാ ഗ്ലോബൽ ട്രസ്റ്റഡ് ഡാറ്റ ഫ്രെയിംവർക്കിന് മോദി ആഹ്വാനം ചെയ്തു. രണ്ടാമതായി, അദ്ദേഹം AI സിസ്റ്റങ്ങളിലെ സുതാര്യതയെ അല്ലെങ്കിൽ ഗ്ലാസ് ബോക്സ് സമീപനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിന് വേണ്ടി വാദിച്ചു. ബ്ലാക്ക് ബോക്സിന് പകരം സുരക്ഷാ നിയമങ്ങൾ കാണാനും പരിശോധിക്കാനും കഴിയുന്ന ഒരു ഗ്ലാസ് ബോക്സ് സമീപനമാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഉത്തരവാദിത്തവും ധാർമ്മിക ബിസിനസ് രീതികളും ശക്തിപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു. മൂന്നാമതായി, AI ഗവേഷണത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന പേപ്പർ ക്ലിപ്പ് പ്രശ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. AIക്ക് വ്യക്തമായ മാനുഷിക മൂല്യങ്ങളും മാർഗനിർദ്ദേശവും ആവശ്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്തത് 2026 AI ഉച്ചകോടിയിൽ കോൾകോം ടെക്നോളജീസ് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനുമായി സഹകരണം പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സയൻസ്, എഞ്ചിനീയറിംഗ്, നെക്സ്റ്റ് ജെൻ ടെക്നോളജീസ് എന്നീ മേഖലകളിലെ റിസർച്ച് ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനായാണ് കോൾകോം ടെക്നോളജീസ് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനുമായി തന്ത്രപരമായ സഹകരണം പ്രഖ്യാപിച്ചത്. AI സിസ്റ്റങ്ങൾ, അഡ്വാൻസ്ഡ് വയർലെസ് സാങ്കേതിക വിദ്യകൾ, നെക്സ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടിംഗ് എന്നിവയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. അടുത്തത് സൗജന്യ അഡോബ് ആക്സസിനെ കുറിച്ചാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കോണ്ടന്റ് ക്രിയേറ്റർ ലാബ് സംരംഭത്തിന് കീഴിൽ 15,000 സ്കൂളുകളിലെയും 500 കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് ആക്രോബാറ്റ്, ഫയർഫ്ലൈ AI, 20ലധികം ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പുകൾ എന്നിവയിലേക്ക് സൗജന്യ ആക്സസ് അഡോബി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഓറഞ്ച് ഇക്കണോമി ഉത്തേജിപ്പിക്കുന്നതിനായി 2026 കേന്ദ്ര ബജറ്റിൽ ഈ സംരംഭം പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് ഓറഞ്ച് ഇക്കണോമി എന്നറിയോ? ഭൗതികമായ ഉൽപ്പന്നങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ സർഗാത്മകത, കല, സംസ്കാരം, അറിവ് എന്നിവയിൽ നിന്ന് മൂല്യം സൃഷ്ടിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഓറഞ്ച് ഇക്കോണമി. സിനിമ, ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, സംഗീതം, കോമിക്സ് എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇനി AI മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ AI മിഷനെ കുറിച്ചാണ് ആദ്യം. 2024 ആരംഭിച്ച ഇന്ത്യ AI മിഷൻ രാജ്യത്തിൻ്റെ കമ്പ്യൂട്ടിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശക്തമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്.
10,000 ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അഥവാ GPUകൾ എന്ന പ്രാരംഭ ലക്ഷ്യത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് 38,000-ലധികം GPUകൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ AI ഇക്കോസിസ്റ്റം ഉത്തരവാദിത്വവും സമഗ്രവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ AI മിഷൻ്റെ 7 പില്ലറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇന്ത്യ AI കമ്പ്യൂട്ട് കപ്പാസിറ്റിയാണ്. രണ്ടാമത് ഇന്ത്യ AI ഇന്നോവേഷൻ സെൻറ്റർ. മൂന്നാമത് ഇന്ത്യ AI ഡാറ്റ സെറ്റ് പ്ലാറ്റ്ഫോം അഥവാ AI ഘോഷാണ്. നാലാമത് ഇന്ത്യ AI ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്. 5 ഇന്ത്യ AI ഫ്യൂച്ചർ സ്കിൽസ്. അടുത്തത് ആറാമത്തത് ഇന്ത്യ AI സ്റ്റാർട്ടപ്പ് ഫിനാൻസിങ് ആൻഡ്. ഏഴാമത് സേഫ് ആൻഡ് ട്രസ്റ്റഡ് AI എന്നിവയാണ്. അടുത്ത വചന STTയെക്കുറിച്ച് നോക്കാം. 1056 ഡൊമൈനുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 1 ദശലക്ഷം മണിക്കൂറിലധികം റിയൽ വേൾഡ് വോയിസ് ഡാറ്റയിൽ പരിശീലനം നേടിയ അടിസ്ഥാന എൻ്റർപ്രൈസ് ഗ്രേഡ് ഇൻഡെക്സ് സ്പീച്ച് റെക്കഗ്നിഷൻ മോഡലാണ് വചന STT. ജ്ഞാനി AI ആണ് ഇത് പ്രഖ്യാപിച്ചത്. ഇന്ത്യ AI മിഷൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഒരു സോവറിൻ AI മോഡൽ സ്റ്റാക്കായ ഇനിയ വോയിസ് OSന് കീഴിൽ പുറത്തിറക്കിയ ആദ്യ മോഡലാണ് വചന STT. അടുത്തത് ഭാരത് വിസ്താർ. കർഷകർക്ക് വിവരങ്ങൾ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ബഹുഭാഷാ ടൂളാണ് ഭാരത് വിസ്താർ അഥവാ വെർച്വലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സസ്. 2026 ഫെബ്രുവരി 17 ജയ്പൂരിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കർഷകർക്ക് അവരുടെ മാതൃഭാഷയിൽ മൊബൈൽ വഴിയോ ലളിതമായ ഫോൺ കോളിലൂടെയോ വിവരങ്ങൾ നൽകുന്ന ഒരു AI പവേർഡ് ബഹുഭാഷാ ഉപകരണമാണിത്. ഡിജിറ്റൽ കാർഷിക വിദഗ്ധൻ എന്ന നിലയിൽ ഭാരത് വിസ്താർ 24 മണിക്കൂറും ലഭ്യമാകും. അടുത്തത് ആദിവാണിയാണ്. ഗോത്രഭാഷകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ അടിത്തറയായി പ്രവർത്തിക്കുന്ന ഒരു AI അധിഷ്ഠിത ട്രാൻസ്ലേഷൻ ഉപകരണമാണ് ആദിവാണി. ബീറ്റ പതിപ്പ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഗോത്രകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. AIയും ഗോത്രഭാഷയിൽ പ്രാവീണ്യമുള്ള അക്കാഡമിഷ്യന്മാരുടെയും അധ്യാപകരുടെയും പരിശ്രമം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ആപ്പ് ഹിന്ദിയും ഇംഗ്ലീഷും ഗോത്രഭാഷകളിലേക്കും തിരിച്ചും വിവർത്തനം ചെയ്യും. കൂടാതെ ഈ ഭാഷകൾ ഡിജിറ്റൈസ് ചെയ്യാനും സംരക്ഷിക്കാനും സഹായിക്കുകയും ചെയ്യും. അടുത്തത് ഭാരത് ജൻ ആണ്. പൊതുസേവന വിതരണത്തെ പരിവർത്തനം ചെയ്യുന്നതിനും പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു ജനറേറ്റീവ് AI മോഡലാണ് ഭാരത് ജൻ. അടുത്തത് ഭാഷിണിയാണ്. ഇന്ത്യൻ ഭാഷകളുടെ തത്സമയ വിവർത്തനം സുഗമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു AI അധിഷ്ഠിത ഭാഷാ വിവർത്തന ഉപകരണമാണ് ഭാഷിണി. 2022 ജൂലൈയിലാണ് ഇത് ആരംഭിച്ചത്. 2023 വാരണാസിയിൽ നടന്ന കാശി തമിഴ് സംഗമത്തിൽ പ്രൈം മിനിസ്റ്റർ മോഡി ഈ AI ഉപയോഗിച്ചിരുന്നു. അടുത്തത് സഭാസാറാണ്. ഗ്രാമസഭാ വീഡിയോകളിൽ നിന്നും ഓഡിയോ റെക്കോർഡുകളിൽ നിന്നും ഘടനാപരമായ മീറ്റിങ്ങുകളുടെ മിനിറ്റ് സൃഷ്ടിക്കാൻ സഭാസാർ AI പ്രയോജനപ്പെടുന്നു. 2025 വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിപുരയിൽ സഭാസാർ എന്ന AI പ്രവർത്തിക്കുന്ന ഉപകരണം പുറത്തിറക്കിയിട്ടുണ്ട്. തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് ലഭ്യമാക്കി തുടങ്ങി. രാജ്യത്തുടനീളമുള്ള ഗ്രാമസഭാ യോഗങ്ങളുടെ മിനിറ്റ്സിൽ ഇത് ഏകീകൃത കൊണ്ടുവരാൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഗ്രാം സ്വരാജ് ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് സഭാസാറിൽ വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡുകൾ അപ്ലോഡ് ചെയ്യാം. സഭാസാർ ഭാഷിണി മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് ചിത്രലേഖയാണ്. മെഷീൻ ലേണിംഗ് അഥവാ ML ഉപയോഗിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിലുടനീളമുള്ള വീഡിയോ സബ്ടൈറ്റിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ചിത്രലേഖ. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഒന്നിലധികം ഇൻപുട്ട് സോഴ്സുകൾ, ട്രാൻസ്ക്രിപ്ഷൻ ജനറേഷൻ പ്രക്രിയ, വോയിസ് ഓവർ എന്നിവയ്ക്കുള്ള പിന്തുണ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി 2026 കുറിച്ചും ഉച്ചകോടിയുടെ പ്രധാന സവിശേഷതകളും ഇന്ത്യയുടെ AI നേട്ടങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.